നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്ന് പിടിച്ചേ. താനിങ്ങനെ കയറ് പൊട്ടിക്കാതോ. നമ്പർ നോക്കട്ടെ. തന്നെ കൊണ്ട് കൊടുത്ത താലൂക്ക് ആശുപത്രിയുടെ നമ്പർ എന്റെ കയ്യിൽ വിടണോ സാറേ? താനത് സെർച്ച് ചെയ്തോ, ഞാനും ചെയ്യാം. ആർക്കാണോ നമ്പർ കിട്ടുന്നത് അവര് വിളിച്ചോളാം. എസ്ഐമാൻ ആശുപത്രി പോയി ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാടാന്നാ തോന്നുന്നത്. ചില നേരത്തെ അയാൾ വലിയ മനുഷ്യനേക്ക് കേട്ടോ. സാറേ നമ്പർ കിട്ടി. എന്നാ വിളിക്കണോ? വല്ല ശവവും കൊണ്ട് പോയിട്ടുണ്ടെങ്കിലേ അത് ഇറക്കാതെ വരാൻ പറ്റില്ല. ആ സമയത്ത് ഇതിവിടെ ശവമാവും. സാറേ ഇതല്പം കുഴപ്പം പിടിച്ച വള്ളിയാണെന്നാ തോന്നുന്നേ. തട്ടി പോകൂടോ. ഛർദിൽ കണ്ടിട്ട് അകത്ത് കിടക്കുന്ന എല്ലാം പുറത്തു വന്നു എന്നാ തോന്നുന്നേ. ഞാൻ ഒന്ന് പുറന്നടവി കൊടുക്കട്ടെ സാറേ? ആ കൊടു. പോലീസുകാരെല്ലാം മനുഷ്യ സ്നേഹികളായാല് ഈ പ്രസ്ഥാനം പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നാ തോന്നുന്നു. മാഡം, ഞാൻ സ്റ്റേഷനിൽ എസ് ഐ നഹാസാണ്. പറഞ്ഞോളൂ. മാഡം, വിഷ്ണു കുറച്ച് രക്തം ഛർദ്ദിച്ചു. എന്താ പറഞ്ഞേ? വിഷ്ണുട്ടൻ എന്ത് പറ്റിയെന്ന അറിയില്ല മാഡം. ബ്ലഡ് നന്നായിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഈശ്വര. പോലീസ് ജീപ്പിൽ കൊണ്ടുപോകാൻ ACP സമ്മതിക്കുന്നില്ല. ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോയാൽ മതി എന്നാ ACP സാർ പറയുന്നത്. 1-2 ആംബുലൻസ് ഞാൻ വിളിച്ചു നോക്കി, പക്ഷേ എല്ലാം ഓട്ടത്തിലാ. മാഡം, എത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ മാഡം? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. സ്റ്റേഷൻ അടുത്തെത്താറായി. പെട്ടെന്ന് വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം മാഡം. ഞാൻ എത്തി. രാമേട്ടാ, പെട്ടെന്ന് സ്റ്റേഷനിലെത്തണം. എത്രയും വേഗം പോകാൻ പറ്റൂ അത്രയും വേഗം. പെട്ടെന്ന്. ശരി മോളെ. വിഷ്ണുട്ടിന് ഫുഡ് പോയിസണായി ബ്ലഡ് വൊമിറ്റ് ചെയ്തെന്ന്. മാഡം, ഒന്നും സംഭവിക്കില്ല. നമ്മളത് അടുത്തെത്തിയല്ലോ. രാമേട്ട, ഒന്ന് വേഗം. സാർ, ഇനി ആംബുലൻസ് നോക്കി നിന്നാ ഇവൻ ഇവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. നഹാസെ, അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു രോഗിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആംബുലൻസ്. നമുക്ക് വേണ്ടിയിട്ട് ആ രോഗിയെ വഴിയിലിട്ടിട്ട് ഇയാളെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റൂ? അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. നമ്മൾ പറയുന്നതിന് മുമ്പേ കാര്യങ്ങൾ എടുത്താൽ പറ്റൂ. പക്ഷേ ഇയാളുടെ അവസ്ഥ. എടോ, ഈ അവസ്ഥയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നഹാസെ? ആംബുലൻസ് എത്താത്തത് ഇവന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കും. സാർ, ഇയാൾ ഇവിടെ കിടന്ന് മരിച്ചാ? എടോ, അതും വിധി. വിളിച്ച ആംബുലൻസ് എന്തായാലും വേസ്റ്റ് ആവില്ല. ആ ആംബുലൻസിൽ തന്നെ ഇവന്റെ ബോഡി നമുക്ക് മോർച്ചറിയിലേക്കും കൊണ്ടുപോവാം. ചേടാ, ഈ മനുഷ്യ സ്നേഹികളായ പോലീസുകാരെ കൊണ്ട് പോലീസ് സേന പൊറുതിമുട്ട് കാണല്ലോ എന്റെ ഉടയതമ്പുരാനെ. വന്ന് ഈ സേന അച്ചമ്പട്ടത്തിന് പഠിപ്പിക്കുന്ന സെമിനാരിയാക്കി മാറ്റേണ്ടി വരുമോ? സാറേ, ധിക്കാരമാണെന്ന് തോന്നരുത്. ഞാൻ ജീപ്പ് എടുക്കാൻ പോവാ. അതിൽ വരുന്ന എന്ത് ശിക്ഷയും ഒരു മടിയും കൂടാതെ ഞാൻ സ്വീകരിച്ചോളാം.
നിക്കണ അവിടെ. ഗോപേ, ഇത് സിനിമയൊന്നുമല്ല തനിക്ക് കയറി ഷോ കാണിക്കാൻ. ഈ കിടക്കുന്ന എന്റെ അളിയന്റെ മെച്ചമ്മയൊന്നും അല്ലല്ലോ. അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് കൊള്ളാം. ഞാൻ ACP-യാ, തലയ്ക്ക് മൂത്ത തലവൻ. ചോരത്തളപ്പെടുന്ന് കരുതി എന്റെ മുമ്പിൽ ആ തളപ്പെടുത്താണ്ടല്ലോ, കാലുവാരിയാൻ നിലത്തടിക്കും, എന്നിട്ട് സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തും കേട്ടോ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. ഈ സ്റ്റേഷൻ ചാർജ് തനിക്കായിരിക്കും, പക്ഷെ തന്റെ ചാർജ് ഞാനാ തീരുമാനിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് എന്നാ ഞാൻ. ഓർത്തു വെച്ചോ, നീ എന്നെ മറികടന്ന ആളാവാൻ ഞാൻ ഒരുത്തനെ അനുവദിക്കത്തില്ല. സാറേ, നീ കൂട്ട കൂട്ടത്തിൽ നിന്ന് കൈയും കെട്ടിക്കോ. മാറ. വിഷ്ണുട്ടാ, എന്താ ഇത്? എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്ന് പിടിച്ചേ, പിടിക്കാൻ. എങ്ങോട്ടാ മേഡം? വിഷ്ണു, എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഈ ഒരു അവസ്ഥയിൽ മറ്റു വാഹനങ്ങളെ കൊണ്ടുപോകുന്ന റിസ്ക് ആണ് മേഡം. അതുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉടനെ അത് എത്തും. അത് എത്തിക്കോട്ടെ, പക്ഷെ ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് അത്യാവശ്യം. ഞാൻ കൊണ്ടുപോകില്ല മേഡം. ACP എന്ന നിലയിൽ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ സമാധാനം പറയേണ്ട ഞാനാണ്. മാത്രമല്ല, എന്റെ അധികാര പരിധി കൈയെടുത്താൻ ഞാൻ ആരെയും അനുവദിക്കത്തുമില്ല. മേഡം സഹകരിക്കണം. ഒരു കളക്ടറുടെ അധികാര പരിധിക്ക് മുകളിലല്ല ACP-യുടെ അധികാര പരിധി എന്ന് അറിയാലോ. അതുകൊണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായി കളക്ടർ പറയുന്നു, വിഷ്ണുവേട്ടനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കും. തടയാനെങ്ങാനും വന്ന ജില്ലാ കളക്ടറുടെ കൃത്യനിർവഹണത്തിൽ തടസ്സം നിൽക്കാമെന്ന ACP-യെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തി കൊണ്ടുപോകേണ്ടി വരും എനിക്ക്. പിന്നാലെ വരുന്ന എന്ത് നൂലാമാലകൾക്കും കളക്ടർ ശാലിനി മറുപടി കൊടുക്കുകയും ചെയ്യും. നഹാസേ, വിഷ്ണുവേട്ടനെ കാറി കയറ്റേ. വരട്ടെ മേഡം. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കളക്ടർ കാണിക്കുന്ന സൽപ്രവൃത്തിക്ക് കോടതിയിൽ നിന്ന് ഒരു പ്രശംസയും എനിക്കൊരു താക്കീതും കിട്ടാവുന്ന ശിക്ഷയെ ഇതിലുള്ളൂ എന്ന് എനിക്കറിയാം മേഡം. പിന്നെ നിയമം നോക്കിയാണ് മേഡം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സർക്കാർ ജീപ്പ് കിടക്കുമ്പോ മറ്റൊരു വാഹനത്തിൽ ലോക്കപ്പിലെ പ്രതിയെ കരുതുന്നത് തെറ്റല്ലേ മേഡം? ഇയാളെ ജീവിക്കാൻ സാർ സമ്മതിക്കുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.